പുറപ്പാട് അധ്യായം 13. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എന്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ആദ്യജാതന്മാരെ എനിക്കായി വേർതിരിക്കുക. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഗർഭപാത്രം തുറക്കുന്നതെല്ലാം എന്റേതാകുന്നു. മോശ ജനത്തോട് പറഞ്ഞു, ബലമുള്ള കയ്യാൽ കർത്താവ് നിങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ നിങ്ങൾ മിസ്രയീം ദേശത്തു നിന്ന് അടിമത്തത്തിന്റെ സ്ഥലത്തു നിന്ന് പുറപ്പെട്ടതും പുളിപ്പുള്ള അപ്പം തിന്നാതിരിക്കുന്നതുമായ ഈ ദിവസത്തെ നിങ്ങൾ അനുസ്മരിക്കണം. അബീബ് മാസത്തിൽ ഈ ദിവസത്തിലാണ് നിങ്ങൾ പുറപ്പെട്ടത്. കനാന്യരുടെയും ഹിത്യരുടെയും അമോറായക്കാരുടെയും ഹിവ്യരുടെയും യെബൂസ്യരുടെയും പെരിസ്യരുടെയും ദേശത്തേക്ക് കർത്താവ് നിങ്ങളെ പ്രവേശിപ്പിക്കുമ്പോൾ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തിരുന്ന പ്രകാരം പാലും തേനും ഒഴുകുന്ന ദേശം നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ ഈ കർമ്മം ആചരിക്കുന്നവർ ആയിരിക്കണം. 7 ദിവസം നിങ്ങൾ പത്തീറ തിന്നണം. 7-ാം ദിവസം കർത്താവിന് പെരുന്നാളാകുന്നു. 7 ദിവസം നിങ്ങൾ പത്തീറ തിന്നണം. നിങ്ങളിലും നിങ്ങളുടെ അതിർത്തിക്കകത്തെങ്ങും പുളിപ്പുള്ള അപ്പം കാണരുത്. മിസ്രയീമിൽ നിന്ന് എന്റെ കർത്താവിനെ പുറപ്പെടുവിച്ചപ്പോൾ പ്രവർത്തിച്ചതിനെ പ്രതിയാകുന്നു ഇത് എന്ന് നിങ്ങളുടെ മക്കളെ നിങ്ങൾ അറിയിക്കണം. കർത്താവിന്റെ ചട്ടം നിന്റെ വായിൽ ഉണ്ടായിരിക്കത്തക്കവണ്ണം നിന്റെ കൈമേൽ അടയാളവും നിന്റെ നെറ്റിക്ക് അനുസ്മരണവും ഉണ്ടായിരിക്കണം. എന്തെന്നാൽ ബലമുള്ള കൈ കൊണ്ടാണ് കർത്താവ് നിന്നെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചത്. കാലാകാലങ്ങളിൽ യഥാസമയം ഈ കൽപ്പനയും ചട്ടവും പാലിക്കണം. നിന്നോടും നിന്റെ പിതാക്കന്മാരോടും സത്യം ചെയ്തതുപോലെ കനാന്യരുടെ ദേശത്തേക്ക് നിന്നെ പ്രവേശിപ്പിക്കുകയും അത് നിനക്കായി തരികയും ചെയ്യുമ്പോൾ ഗർഭപാത്രം തുറക്കുന്ന എല്ലാ ആദ്യജാതനെയും കർത്താവിനായി വേർതിരിക്കുവിൻ. നിന്റെ മൃഗങ്ങളിൽ ഗർഭപാത്രം തുറക്കുന്ന ആണെല്ലാം കർത്താവിന് ആയിരിക്കും. കഴുതയുടെ ഗർഭപാത്രം തുറക്കുന്ന എല്ലാ ആദ്യജാതനെയും കുഞ്ഞാടിനാൽ നിനക്ക് വീണ്ടെടുക്കാം. അങ്ങനെ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അതിനെ കൊന്നുകളയണം. മനുഷ്യമക്കളായ നിന്റെ ആദ്യജാതനെയെല്ലാം നീ വീണ്ടെടുക്കണം. നാളെ നിന്റെ മകൻ ഇതെന്ത് എന്ന് അന്വേഷിച്ച് നിന്നോട് ചോദിക്കുമ്പോൾ നീ അവനോട് പറയണം, മിസ്രയീമിൽ നിന്ന് അടിമത്വത്തിന്റെ സ്ഥലത്ത് നിന്ന് നമ്മെ വിട്ടയക്കാതിരിക്കുന്നതിനായി ഫറവോൻ തന്റെ ഹൃദയം കഠിനപ്പെടുത്തിയപ്പോൾ കർത്താവ് മനുഷ്യന്റെ ആദ്യജാതൻ മുതൽ മൃഗത്തിന്റെ ആദ്യജാതൻ വരെ മിസ്രയീമിലെ സകല ആദ്യജാതന്മാരെയും കൊന്ന് ശക്തിയുള്ള കയ്യാൽ നമ്മെ പുറപ്പെടുവിച്ചതു കൊണ്ടാകുന്നു. ഇത് നിമിത്തം ഗർഭപാത്രം തുറക്കുന്ന ആണിനെയെല്ലാം ഞാൻ കർത്താവിന് യാഗം കഴിക്കുകയും എന്റെ മക്കളിലെ ആദിജാതിനെ വീണ്ടെടുക്കുകയും ചെയ്യുന്നു. ഇത് നിന്റെ കൈമേൽ അടയാളവും നെറ്റിക്ക് അനുസ്മരണവുമായിരിക്കണം. എന്നാൽ കർത്താവ് നിന്നെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചത് ബലമുള്ള കൈകൊണ്ടാണ്. ഫറവോൻ ജനത്തെ വിട്ടയച്ചപ്പോൾ ദൈവം അവരെ ഫെലിസ്ത്യ ദേശത്തുകൂടെ കൊണ്ടുപോയില്ല. അതായിരുന്നു എളുപ്പവഴി. എന്നാൽ യുദ്ധം കാണുമ്പോൾ ജനം
പേടിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോയി എന്ന് വരാം എന്ന് കർത്താവ് വിചാരിച്ചു. ദൈവം അവരെ ചെങ്കടലിന്റെ മരുഭൂമി വഴി നയിച്ചു. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടത് ആയുധധാരികളായിട്ടാണ്. മോശ തന്റെ കൂടെ യൗസേഫിന്റെ അസ്ഥികളും എടുത്തു. എന്തെന്നാൽ ദൈവം നിങ്ങളെ ഓർക്കുമെന്നും നിങ്ങൾ എൻ്റെ അസ്ഥികൾ ഇവിടെ നിന്നും നിങ്ങളോടുകൂടി കൊണ്ടുപോകണമെന്നും അവൻ ഇസ്രായേൽ ഭവനത്തെ കൊണ്ട് ആണയിടിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ സുക്കോത്തിൽ നിന്ന് യാത്ര തിരിച്ച് മരുഭൂമിയുടെ അറ്റത്ത് ഓനോമിൽ പാളയമിറങ്ങി. അവർക്ക് പകലും രാത്രിയിലും സഞ്ചരിക്കത്തക്കവണ്ണം പകൽ അവർക്ക് വഴി തെളിയിക്കേണ്ടതിന് മേഘത്തൂണിലും രാത്രിയിൽ അവർക്ക് പ്രകാശത്തിനായി അഗ്നിത്തൂണിലും കർത്താവ് അവർക്ക് മുമ്പായി പോയി. പകൽ മേഘത്തൂണും രാത്രിയിൽ അഗ്നിത്തൂണും ജനത്തിന്റെ മുമ്പിൽ നിന്ന് അവൻ മാറ്റിയില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.